ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്താ? എക്സൽ ഹൗ ടു യൂസ് ടാഗ് ഇൻ യൂസർഫ്രോം എക്സൽ VBA. ടാഗ് തന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഉപയോഗിക്കുന്ന ടാഗ് അത് എക്സൽ യൂസർ ഫോറത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? ആദ്യമായി ഡെവലപ്പർ ടാബ്, വിഷ്വൽ ബേസിക്, അതിനുശേഷം ഇൻസേർട്ട്, യൂസർ ഫോറത്തിൻ്റെ സൈസ് കുറച്ച് വലുതാക്കണം ഇവിടെ. ഓക്കെ. പ്രോപ്പർട്ടി വിൻഡോയിൽ ബാക്ക് കളർ എന്താ? ബാക്ക് കളർ ഡാർക്ക് യെല്ലോ. ഓക്കെ. ബോർഡർ സ്റ്റൈൽ സിംഗിൾ. ഫോണ്ട് ഇവിടെ കാംബ്രിയ കൊടുക്കുക 10. ഓക്കെ. അതിനുശേഷം താഴെ കൺട്രോൾസിൽ ടൂൾ ബോക്സിൽ വന്നിട്ട് ലേബിൾ വേണം ഇവിടെ. ഓക്കെ. ലേബിളിന് ക്യാപ്ഷൻ എന്ന് കൊടുക്കും, സെയിൽസ് കൊടുക്കുക. അതിനുശേഷം എന്താ വേണം? ടെക്സ്റ്റ് ബോക്സ് വേണം ഇവിടെ. ഓക്കെ. ടെക്സ്റ്റ് ബോക്സ് ബോർഡർ സ്റ്റൈൽ ഏതാ? സിംഗിൾ. ടെക്സ്റ്റ് ലൈൻ സെൻറ്റർ കൊടുക്കുക. ഓക്കെ. ഇനി ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താ? കോപ്പി പേസ്റ്റ്. ഓക്കെ. ഇനി ഇത് 4 കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി പേസ്റ്റ്. ഒന്നും കൂടി. ഓക്കെ. ലേബിൾ രണ്ടാമത്തേൽ എന്ത് ചെയ്യണം? പർച്ചേസ് കൊടുക്കണം. പർച്ചേസ്. മൂന്നാമത്തേൽ എന്താ? ക്യാപ്ഷൻ റിസിപ്റ്റ്. നാലാമത്തേൽ പേയ്മെൻറ്റ്. ഓക്കെ. അഞ്ചാമത്തെ ലേബിൾ എന്ത് കൊടുക്കണം? ടോട്ടൽ ഡെബിറ്റ് കൊടുക്കുക. അതേപോലെ ആറാമത്തേൽ ടോട്ടൽ ക്രെഡിറ്റ്. ഓക്കെ. ഇനി ഇവിടെ വേണ്ടത് എന്താ? കമാൻഡ് ബട്ടണാണ് വേണ്ടത്. ഓക്കെ. കമാൻഡ് ബട്ടൻ്റെ ക്യാപ്ഷൻ എന്ന് കൊടുക്കും, ടോട്ടൽ എന്ന് കൊടുക്കുക. ടോട്ടൽ. ബാക്ക് സ്റ്റൈൽ ട്രാൻസ്പെറൻ്റ് ആക്കാം. ഓക്കെ. ഒന്ന് റണ്ണടിക്കുക. 2 3 4 5 6. ഓക്കെ. ഇനി ടെക്സ്റ്റ് ബോക്സിന് നമ്മൾ ടാഗ് കൊടുക്കണം. അതിന് വേണ്ടി ആദ്യം സെയിൽസ് ആൻഡ് റിസിപ്റ്റ്, ഇത് രണ്ടും ഡെബിറ്റ് ആകുന്നതല്ലേ. അപ്പോൾ ഇതിനെന്ത് ടാഗ് കൊടുക്കുക? DBT എന്ന് കൊടുക്കുക. DBT. അടുത്തത് പർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ്, ഇത് രണ്ടും ക്രെഡിറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതിന് ടാഗ് എന്ന് കൊടുക്കും, CRD എന്ന് കൊടുക്കുക, അതായത് ക്രെഡിറ്റ്. ഓക്കെ. ചെക്ക് ചെയ്യുക. DBT CRD. ഓക്കെ. ഇനി ടോട്ടൽ ബട്ടൺ ഡബിൾ ക്ലിക്ക്, അതായത് കമാൻഡ് ബട്ടൺ ഡബിൾ ക്ലിക്ക്. ആദ്യമായി ഒരു വേരിയബിൾ എടുക്കുക, dim CTR ആസ് കൺട്രോൾ. നെക്സ്റ്റ് ഏതാ? dim some commas someone ആസ് ഡബിൾ, അതായത് സംഖ്യക്ക് വേണ്ടി. ഇനി ഇവിടെ ലൂപ്പാ ഫോർ ഈച്ച് CTR ഇൻ യൂസർ ഫോറം 1 controls. ഇനി ഈഫ് എടുക്കുക. ഇവിടെ ഈഫ് CTR .tag ഈക്വൽ എന്താണെങ്കിലോ DBT ആണെങ്കിലോ then sum equal sum plus val CTR dot value. ഇതിന് മുമ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഓൺ
error, resume, next. Okay. ഇനി രണ്ടാമത്തെ if ctr.tag ഈക്വൽ എന്താണെങ്കിലോ CRD ആണെങ്കിൽ then ഇനി someone ഈക്വൽ someone plus val ctr.value. ഓക്കെ. ഇനി നെക്സ്റ്റ് ലൂപ്പ് നെക്സ്റ്റ് CTR. ഇനി ഈ രണ്ട് ടോട്ടലിൽ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബോക്സ് 5ലേക്കും 6ലേക്കും കൊണ്ടുവരണം. അതിനു വേണ്ടി .text box 5 equal format sum, FIXED, അതായത് നമ്പർ ഫോർമാറ്റ്. ഇനി CRD ക്രെഡിറ്റ് ടോട്ടലാണ്. .text ബോക്സ് ഏത് 6ലേക്കാണ് വേണ്ടത് ഈക്വൽ ഫോർമാറ്റ് someone, FIXED. ഓക്കെ. ടെക്സ്റ്റ് ബോക്സിൽ 5ൽ സമ്മ്, ടെക്സ്റ്റ് ബോക്സ് 6ൽ someone, ഡെബിറ്റ് ക്രെഡിറ്റ്. ചെക്ക് ചെയ്യാം. ഓക്കെ. റണ്ണടിക്കാൻ നമുക്ക് സെയിൽസിന് എത്രയാണ്? സെയിൽസ് 2500 കൊടുക്കാം. പർച്ചേസ് 1800 കൊടുക്കുക. റിസിപ്റ്റ് എത്ര? 1200. പേയ്മെൻറ്റ് 1500. ഓക്കെ. ഒന്ന് സം അടിക്കുക. സം 3700 ഡെബിറ്റ്, 2500ഉം 1200, 3700. ഓക്കെ. 1800ഉം 1500, 3300. ഓക്കെ, കറക്റ്റ്. സെയിൽസ് 3000, 5000 കൊടുത്ത് നോക്കാം. ഓക്കെ. പർച്ചേസ് 2500, റിസിപ്റ്റ് 2000, പേയ്മെൻറ്റ് 2800. ഓക്കെ. ടോട്ടൽ 5000, 2000, 7000. ഓക്കെ. 1800ഉം 2500ഉം 4300 ക്രെഡിറ്റ്. ഡെബിറ്റ് 7000. ഓക്കെ. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.